നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം. ലോട്ടറിയൊക്കെ എടുത്ത ഓണം ബമ്പറൊക്കെ ഇവിടെ നമ്മൾ ഓണം ബമ്പറിന്റെ വിജയിയൊക്കെ പ്രഖ്യാപിച്ച വിജയ് ഇന്ന് കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട്. പ്രവാസികൾ നിരവധി പേര് നാട്ടിലെത്തുമ്പോൾ ബമ്പർ എടുക്കാറുണ്ട്. അത് ചിലർക്കൊക്കെ അടിക്കാറും ഒക്കെ ഉണ്ട്. അത് വലിയ സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശരി, നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വാർത്തയാണ്. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 17-ാം തീയതി സൗദി അറേബ്യയിലേക്ക് പോകുന്നു. മലയാള ഭാഷാ പഠനത്തിനും പ്രചാരണത്തിനുമായി കേരള സർക്കാർ ആഗോളതലത്തിൽ ഒരുക്കിയിട്ടുള്ള വേദിയായ മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ്, ദമാം, ജിദ്ദ മേഖലകളിൽ മലയാള ഉത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. 17-ന് ദമാമിലും 18-ന് ജിദ്ദയിലും 18-ന് റിയാദിലുമാണ് പൊതുപരിപാടികൾ ഉള്ളത്. മുഖ്യമന്ത്രിക്ക് പുറമെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, നോർക്ക ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. 3 പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് സൗദിയിലെ മലയാളം മിഷൻ ഭാരവാഹികൾ അറിയിച്ചു. 2023 ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി സൗദിയിലേക്ക് എത്തുകയാണ്. നമുക്ക് പ്രവാസികളെ നേരിട്ട് കാണും, സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത. ഒരു കൂട്ടം യുവതികൾക്കൊപ്പം അബുദാബി വിമാനത്താവളത്തിൽ പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയ മനുഷ്യൻ ആരാണെന്ന ചർച്ച ഏറുകയാണ്. പരമ്പരാഗത ആഫ്രിക്കൻ വസ്ത്രം ധരിച്ചെത്തിയ മനുഷ്യനെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നവർ ആദരവോടെ സ്വാഗതം ചെയ്യുന്നതും കാണാം. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ആരാണ് ഈ മനുഷ്യനെന്ന ചോദ്യവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇതിനോടകം തന്നെ മനസ്സിലായി കാണും ചിലർ പറയുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ എസ്വാറ്റിനിലെ, അതായത് സ്വാസിലാൻഡ് എന്നറിയപ്പെടുന്ന ഈ എസ്വാറ്റിനിലെ രാജാവായ എംസ്വതി മൂന്നാമന്റെ വീഡിയോയാണ് വൈറലായത്. തന്റെ 15 ഭാര്യമാർക്കൊപ്പവും 30 കുട്ടികൾക്കൊപ്പവുമാണ് എംസ്വതി വിമാനത്തിൽ വന്നിറങ്ങിയത്. ഏകദേശം 100 സഹായികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്രയും അധികം ആളുകൾ വന്നതോടുകൂടി വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിശ്ചയ സമയത്തേക്ക് 3 ടെർമിനലുകൾ അടച്ചുപൂട്ടേണ്ട ഗതികേട് വന്നു. സാമ്പത്തിക കരാറുകൾ ചർച്ച ചെയ്യുന്നതിനാണ് എംസ്വതി മൂന്നാമൻ UAE സന്ദർശനം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ കുടുംബ വിശേഷണങ്ങളും ആഡംബര ജീവിതവും ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയതാണ്. പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എംസ്വതി മൂന്നാമൻ പരമ്പരാഗത ശൈലിയിലുള്ള പുള്ളിപ്പുലി ഡിസൈൻ പ്രിന്റ് ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഭാര്യമാർ വർണ്ണാഭമായ ആഫ്രിക്കൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിപാടികളിൽ എത്തുന്ന വീഡിയോകളും ജനശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. സ്വാസിലാൻഡിലെ മുൻ രാജാവായ എംസ്വതി മൂന്നാമന്റെ പിതാവ് 70-ലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ചില വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് 210-ലധികം കുട്ടികളും ഏകദേശം 1000-ലധികം പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ധനികരായ രാജാക്കന്മാരിൽ ഒരാളാണ് എംസ്വതി മൂന്നാമൻ. ഏകദേശം $1 ബില്യൺ ആസ്തിയും ഇദ്ദേഹത്തിനുണ്ട്. അതേസമയം എംസ്വതിക്കെതിരെ നിരവധി വിമർശനങ്ങളും അടുത്തിടെ ഉയർന്നിരുന്നു. രാജ്യത്ത് എല്ലാ വർഷവും റീൽ ഡാൻസ് എന്ന ചടങ്ങ് നടക്കാറുണ്ട്. ആ അത്യാഡംബരപൂർണമായിട്ടുള്ള ഈ ചടങ്ങിൽ നിന്ന് രാജാവ് ഒരു വധുവിനെ തിരഞ്ഞെടുത്തത് വിവാദത്തിൽപ്പെട്ടിരുന്നു. അതുപോലെ രാജ്യത്തെ 60% ജനങ്ങളും ദാരിദ്ര്യരേഖയിലേക്ക് താഴെയാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ സ്വാസിലാൻഡിലെ രാജാവിന്റെ അത്യാഡംബരപൂർണമായിട്ടുള്ള ജീവിതം വിമർശനങ്ങളിൽ പെടാറുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതം കാരണം UAE-യിലെ വിമാന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോയത്. ഇപ്പോൾ അടുത്തത്, ഓൺലൈനിലൂടെ പണം കൈമാറാനുള്ള ഏറ്റവും എളുപ്പമേറിയ വഴിയാണ് QR കോഡുകൾ. മാത്രമല്ല പല ആവശ്യങ്ങൾക്കും വളരെ എളുപ്പത്തിലാക്കാൻ QR കോഡുകൾ സഹായിക്കും. എന്നാൽ സൗകര്യപ്രദമായ ഈ മാർഗത്തിന് പിന്നിൽ വലിയ ആപത്തുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ഓരോ QR കോഡിന് പിന്നിലും തട്ടിപ്പുകാർ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ദുബായ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്ന മോശം വെബ്സൈറ്റുകളിലേക്ക് എത്തിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. QR കോഡ് തട്ടിപ്പിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില മാർഗങ്ങളും പറയാം. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന വെബ്സൈറ്റ് സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ പാസ്വേഡുകൾ, ബാങ്ക് വിശദാംശങ്ങൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകരുത്. നിങ്ങളുടെ ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ആദ്യം വരും. അതിന്റെ തുടക്കത്തിൽ HTTPS പിന്നെ 2 ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കൗതുകത്തിന്റെ പേരിൽ ചുവരുകളിലോ പൊതുസ്ഥലങ്ങളിലോ കാണുന്ന QR കോഡുകൾ സ്കാൻ ചെയ്യരുത്. നിങ്ങളുടെ ഡിജിറ്റൽ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സുരക്ഷിതമാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓൺലൈനിൽ പങ്കെടുത്ത ഓരോ വിവരങ്ങളും ഹാക്കർമാർ എളുപ്പത്തിൽ കൈക്കലാക്കുന്നു. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള 1.4 ബില്യണിലധികം അക്കൗണ്ടുകൾ എല്ലാ മാസവും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക.
എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമവുമായി ദുബായ്. രാജ്യാന്തര നിലവാരത്തിന് മികച്ച സമ്പ്രദായങ്ങൾക്കും അനുസൃതമായി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക നഗര വളർച്ചയെ പിന്തുണയ്ക്കാനുമാണിത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കിടെക്ചറൽ, സിവിൽ, ഇലക്ട്രിക്കൽ, അതുപോലെ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മൈനിംഗ്, പെട്രോളിയം, കെമിക്കൽ, കോസ്റ്റൽ, ജിയോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടെ എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. കഴിവും അനുഭവപരിചയവും അടിസ്ഥാനമാക്കി കൺസൾട്ടൻസി ഓഫീസുകളെ തരംതിരിക്കും. അവരുടെ വൈദഗ്ധ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ പ്രവർത്തനങ്ങളെന്നും ഉറപ്പാക്കും. നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ആഗോള സ്ഥാപനങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. നിയമ ലംഘനങ്ങൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന് ഒരു വർഷത്തിലധികം എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യുകയും ജീവനക്കാരുടെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുകയും വേണം. സാധുവായ ട്രേഡ് ലൈസൻസും ദുബായ് മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷനും ഇല്ലാതെ വ്യക്തികളെയോ ഓഫീസുകളെയോ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയായി ചിത്രീകരിക്കുന്നത് നിയമലംഘനമാണ്. ലൈസൻസിന് വിരുദ്ധമായി പ്രവർത്തിക്കാനോ രജിസ്റ്റർ ചെയ്യാത്ത എഞ്ചിനീയർമാരെ നിയമിക്കാനോ ദുബായിൽ കൺസൾട്ടൻസിയിൽ ജോലി നടത്തുന്നതിന് ലൈസൻസ് ഇല്ലാത്ത കമ്പനികളുമായി കരാർ ഒപ്പുവെക്കാനോ അനുവാദമുള്ളതല്ല. തുടർച്ചയായി 3 വർഷത്തെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി പരിചയമുള്ള UAE ആസ്ഥാനമുള്ള ഈ ഓഫീസുകൾക്കും തുടർച്ചയായി 10 വർഷമെങ്കിലും പരിചയമുള്ള വിദേശ ഓഫീസുകളുടെ ശാഖകൾക്കും രജിസ്ട്രേഷന് അപേക്ഷിക്കാം. കുറഞ്ഞത് 10 വർഷത്തെ പരിചയമുള്ള പ്രാദേശിക ഓഫീസും ഒന്നോ അതിലധികമോ വിദേശ ശാഖകളുടെ പങ്കാളിത്തത്തിലൂടെയും സംയുക്ത സംരംഭങ്ങൾക്കും രജിസ്ട്രേഷന് അർഹതയുണ്ട്. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന പേരിൽ സ്ഥിരം സമിതി രൂപീകരിക്കും. ദുബായ് നഗരസഭാ പ്രതിനിധി അധ്യക്ഷനായ സമിതിയിൽ എമിറേറ്റിലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നുമുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇൻവെസ്റ്റർ ഇൻ ദുബായ് എന്ന പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച് എമിറേറ്റിനുടനീളം ഏകീകൃത ഇലക്ട്രോണിക് സംവിധാനം സ്ഥാപിക്കും. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഓഫീസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും തരംതിരിക്കുന്നതിനും പ്രൊഫഷണൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും ഇതിലൂടെ സാധിക്കും. നിയമലംഘനം നടത്തുകയാണെങ്കിൽ ഈ 1 ലക്ഷം ദിർഹമാണ് പിഴയായിട്ട് വരുന്നത്. കൂടാതെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ഓഫീസുകൾ 1 വർഷം വരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. തരം താഴ്ത്തുക, അംഗീകൃത പട്ടികയിൽ നിന്ന് സ്ഥാപനത്തെയും എഞ്ചിനീയർമാരെയും നീക്കുക, വാണിജ്യ ലൈസൻസ് റദ്ദാക്കുക, ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കുക, നിയമലംഘനങ്ങളെക്കുറിച്ച് UAE സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിനെ അറിയിക്കുക തുടങ്ങിയവയാണ് മറ്റു ശിക്ഷാവിധികൾ. നിയമ നടപടികളെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചാൽ 30 ദിവസത്തിനകം തന്നെ രേഖാമൂലം അപ്പീൽ സമർപ്പിക്കാം. പുതിയ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനകം പ്രാബല്യത്തിലും വരുത്താൻ സാധിക്കും. ഒമാനിൽ സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. പുതിയ മന്ത്രിതല പ്രമേയം പ്രകാരം വിദേശ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കണം. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1 വർഷത്തിനുള്ളിലാണ് നിയമനം ഉറപ്പുവരുത്തേണ്ടത്. ഒമാനി ജീവനക്കാരൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നും നിബന്ധനയുണ്ട്. മുഴുവൻ കമ്പനികളും അധികാരികൾ വ്യക്തമാക്കിയ സ്വദേശിവൽക്കരണ നിരക്ക് പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. പ്രമേയം പ്രാബല്യത്തിൽ വരുമ്പോൾ 1 വർഷമോ അതിൽ കൂടുതലോ വാണിജ്യപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ നിക്ഷേപ കമ്പനിയും 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് ക്രമീകരിക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും. കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ പുതുക്കൽ, വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് പുതുക്കൽ എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇനി ശക്തി ചുഴലിക്കാറ്റിനെ തുടർന്ന് മസാഫിയിലെ ഫ്രൈഡേ മാർക്കറ്റ് പ്രദേശത്ത് ശക്തമായ മഴ പെയ്യും. ഖോർഫഖാനിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. തിരമാലകൾ ഉയരാനുള്ള സാധ്യതകളും ഉണ്ട്. കടലിൽ ഇറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇന്നലെ പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ചിലയിടങ്ങളിൽ രാത്രിയിലും പുലർച്ചെ മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടു. മഴ, മഞ്ഞ്, പൊടിക്കാറ്റ് എന്നിവ കാരണം ദൂരക്കാഴ്ച കുറഞ്ഞാൽ അബുദാബി റോഡുകളിലെ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി കുറയ്ക്കുമെന്ന് വാഹനം ഓടിക്കുന്നവർ വേഗപരിധി പാലിക്കണമെന്നും ഗതാഗത വകുപ്പ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.